എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻവെൻറ്ററി ടേൺ ഓവറിനെ പറ്റിയാണ്. അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ കച്ചവടം നടത്തുന്ന ആളുകൾ എങ്ങനെയായിരിക്കണം ഇൻവെൻറ്ററി അഥവാ സ്റ്റോക്ക് റൊട്ടേഷനെ പറ്റി മനസ്സിലാക്കി വെക്കേണ്ടതും അങ്ങനെ ചെയ്താലുണ്ടാകാവുന്ന 5 പ്രധാനപ്പെട്ട നേട്ടങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഇൻവെൻറ്ററി ടേൺ ഓവർ എന്ന് പറയുമ്പോൾ? വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാലയളവിൽ ഒരു ടൈം പീരീഡിൻ്റെ അകത്ത് നമ്മളുടെ ഇൻവെൻറ്ററി എത്ര തവണ നമ്മൾക്ക് വിൽക്കാൻ കഴിയുന്നു, ഹൗ മെനി ടൈംസ് യു സോൾഡ് യുവർ ഇൻവെൻറ്ററി ഡ്യൂറിങ് എ ടൈം പീരീഡ് എന്നുള്ളതാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 കോടി രൂപ വിൽപ്പനയുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ടേൺ ഓവർ നടത്തുന്ന സെയിൽസ് നടത്തുന്ന ഒരു കമ്പനി ആവറേജ് ഇൻവെൻറ്ററി വെച്ചിരിക്കുന്നത് 2 കോടി രൂപയുടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻവെൻറ്ററി ടേൺ ഓവർ എന്ന് പറയുന്നത് 5 ടൈംസ് ആണ്. അതായത് 10 കോടി ഡിവൈഡഡ് ബൈ 2 കോടി എന്ന് പറയുന്നത് 5 എന്നുള്ള ആ ഒരു തുക കിട്ടും. അപ്പോൾ 5 ടൈം അല്ലെങ്കിൽ 5 ടൈംസാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ നടക്കുന്നത്. ഒരു സിമ്പിളായിട്ട് കുറച്ചും കൂടെ ചുരുക്കിയെന്ന് പറയുകയാണെങ്കിൽ ഒരു രൂപയുടെ ഉൽപ്പന്നം നമുക്ക് നൽകുന്നത്, 1 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ സ്റ്റോക്കായി വെക്കുമ്പോൾ 5 രൂപയുടെ സെയിലാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഒരു ഇൻവെൻറ്ററി വർത്തായിട്ടുള്ള 1 രൂപ നമുക്ക് 5 ടൈംസിനുള്ള ഗ്രോത്താണ് തരുന്നതെന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ ലെസ് ബ്ലോക്കേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ഇൻവെൻറ്ററി എന്നുള്ളതാണ്. നമ്മുടെ പണം അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെൻറ്ററിയിൽ ബ്ലോക്കായി പോകാതിരിക്കും. പലപ്പോഴും ബിസിനസ്സുകാർ കാൽക്കുലേറ്റ് ചെയ്യാതെ പോകുന്ന ഒരു കോസ്റ്റാണ് ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും സ്റ്റോക്കല്ലേ, നമുക്ക് അസറ്റാണല്ലോ എന്നൊക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ ബാങ്ക് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്ന ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാതെ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അവസാനം വിൽക്കുമ്പോഴേക്കും ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുത്ത് നമ്മൾ വാങ്ങിയ തുകയും വിൽക്കുന്ന തുകയും തമ്മിൽ നമുക്ക് ലഭിക്കുന്ന ആ മാർജിൻ നോക്കിയാൽ അതിനേക്കാൾ മുകളിലായിട്ടുണ്ടാകും പലപ്പോഴും ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 10 കോടി രൂപയുടെ സെയിൽ നടക്കുമ്പോൾ ഒരു 2 ടൈംസ് ആണ് ടേൺ ഓവർ ഉള്ളൂ എങ്കിൽ, 2 ടൈംസ് ഇൻവെൻറ്ററി ടേൺ ഓവർ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 5 കോടി രൂപയുടെ സ്റ്റോക്ക് അവിടെ വെക്കേണ്ടതുണ്ടായിരുന്നു. നമ്മൾ 5 ടൈംസ് ഇൻവെൻറ്ററി ടേൺ ഓവർ ഉള്ളപ്പോഴാണ് 10 കോടി ചെയ്യാനായിട്ട് 2 കോടിയുടെ ഇൻവെൻറ്ററി മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു 3 കോടി രൂപ സാധാരണഗതിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ 2 ടൈംസ് ഇൻവെൻറ്ററി ടേൺ ഓവർ ആണെങ്കിൽ ഉണ്ടാവേണ്ടിയിരുന്ന അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറക്കേണ്ടിയിരുന്ന ഒരു 3 കോടി രൂപ നമുക്കവിടെ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മറ്റു വെന്യൂകളിലേക്ക്, മറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾക്ക് നമുക്ക് യൂസ് ചെയ്യാനും പണം ബ്ലോക്ക് ആവാതിരിക്കാനും സാധിക്കും. രണ്ടാമത്തെ കാര്യം മിനിമൽ വേസ്റ്റേജസ് ആണ്. കാരണം ഇൻവെൻറ്ററി ടേൺ ഓവർ വളരെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, സ്റ്റോക്ക് റൊട്ടേഷൻ വേഗം നടക്കുന്ന സ്ഥലത്ത് നിന്നുണ്ടാവും എപ്പോഴും ചുരുങ്ങിയ സ്റ്റോക്കേ നമ്മളവിടെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റേജ്, ഡാമേജ്, എക്സ്പയറി പല ബിസിനസ്സുകളിൽ, ഇപ്പോൾ ഈ ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ട്രെൻഡുകൾ എപ്പോഴും മാറുകയാണ് അല്ലേ. അപ്പോൾ ഇത്തരം നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം എന്താണ്? ബി ട്രെൻഡി, നോ മോർ ഔട്ട്ഡേറ്റഡ് ഇൻവെൻറ്ററി. നമ്മളിപ്പോൾ പറഞ്ഞ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വളരെ റെലവൻ്റ് ആണിത്. ട്രെൻഡി ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? പഴയ സ്റ്റോക്ക് അവിടെ കെട്ടിക്കിടക്കരുത്. ഇനി അത് മാത്രമല്ല, ഇനി സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, എന്ത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ഓരോ കമ്പനികളും ഇടയ്ക്കിടയ്ക്ക് പുതിയ ഓഫറുകളും സ്കീമുകളും അല്ലെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ടാണ് പല പരസ്യങ്ങളും വരെ ചെയ്യുന്നത്. ഈ പരസ്യം കണ്ടിട്ടായിരിക്കും ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കിന് ആനുകൂല്യം ഇല്ല, കാരണം പുതിയ സ്റ്റോക്കിലേ അതുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെയിൽസ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസ് വരെയുണ്ട്. അപ്പോൾ എപ്പോഴും ട്രെൻഡി ആയിട്ടുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഇൻവെൻറ്ററി ടേൺ ഓവർ അവിടെ നല്ല റൊട്ടേഷൻ നടന്നിരിക്കണം. നാലാമത്തെ കാര്യം സേവിങ്സ് ഇൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. കാരണം നമുക്ക് ലോവർ ഇൻവെൻറ്ററി, അവിടെ കുറച്ച് ഇൻവെൻറ്ററി ഉള്ളുവെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം മതി, കുറച്ച് എംപ്ലോയീസ് മതി, കുറച്ച് ഇലക്ട്രിസിറ്റി മതി, ഇൻഷുറൻസ് ചാർജ്, അങ്ങനെ പലതും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? ഇതിങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കുമ്പോൾ, ഇൻവെൻറ്ററി അവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സമയത്ത് അത് നോക്കാൻ ആൾ, അത് മാനേജ് ചെയ്യാൻ ആൾ, അതിൻ്റെ അകത്ത് വരുന്ന മറ്റ് നഷ്ടങ്ങൾ, അപ്പോൾ ഓപ്പറേഷണൽ എക്സ്പെൻഡിച്ചർ എപ്പോഴും കൂടുതലായിരിക്കും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കാനും തീർച്ചയായിട്ടും ഇൻവെൻറ്ററി ടേൺ ഓവർ നമ്മളെ സഹായിക്കും. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഹൈ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. നമ്മളൊരു ബിസിനസ്സിൽ മുതൽ മുടക്കുന്ന സമയത്ത് അതിൽ നിന്ന് കൂടുതൽ റിട്ടേൺ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ഇൻവെൻറ്ററി ടേൺ ഓവർ കൂടുതലാണെങ്കിൽ നമ്മുടെ പണം വളരെ പരിമിതമായിട്ട് മാത്രമേ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കസ്റ്റമറിൽ നിന്ന് ഇങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് മാർജിൻ അല്ലെങ്കിൽ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുകയും നമുക്ക് അതിൽ നിന്ന് തന്നെ ബിസിനസ് നടത്താനും തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഹൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞു പോകേണ്ട ഒരു കാര്യം, നോർമലി റീറ്റെയിൽ ഇൻഡസ്ട്രിയിലൊക്കെ പറയുന്നത് ഒരു 6 മുതൽ 12% അല്ല 6 to 12 ആയിരിക്കണം ഒരു ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്നുള്ളത് പറയണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ മുതൽ മുടക്കുന്നത് വെച്ച് എത്ര രൂപയുടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇൻവെൻറ്ററി അവിടെ ഹെൽഡപ്പായി അല്ലെങ്കിൽ ഹോൾഡായി പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ അകത്ത് ക്യാഷ്
റൊട്ടേഷൻ അഥവാ ക്യാഷ് കൺവേർഷൻ സൈക്കിളും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമ്മളിനി ഈ ഒരു രീതിയിൽ തന്നെ അതിനെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക. താങ്ക് യു.